ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ 34 കേസുകളിലെയും നടപടികൾ അവസാനിപ്പിച്ചുവെന്ന് പ്രത്യേക ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. വിഷ്ണു സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് റിപ്പോർട്ട്, വിഷ്ണു? ഇപ്പോൾ അന്വേഷണ സംഘം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിച്ചു എന്നാണ് സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു അന്വേഷണ സംഘം? ഉന്മേഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു പൊതു താൽപര്യ ഹർജിയായാണ് ഈ റിപ്പോർട്ടിലെ പരാതികളുമായി ബന്ധപ്പെട്ട ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ വരികയും പിന്നീടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. പ്രത്യേക ബെഞ്ചടക്കം രൂപീകരിച്ചിരുന്നു. അങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ താല്പര്യമുള്ള ആളുകളെ സമീപിക്കാൻ പോലീസിനോട് നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശപ്രകാരം ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള ആളുകളെയൊക്കെ ആ പ്രത്യേക അന്വേഷണ സംഘം നേരിൽ കണ്ട് അവരുടെ പക്കൽ നിന്ന് ഈ കേസൊക്കെ രജിസ്റ്റർ ചെയ്തു. 35 കേസുകളാണ് ഇത്തരത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത 35 കേസുകളിൽ 34 കേസുകളുടെയും അന്വേഷണം അവസാനിപ്പിക്കുന്നതായാണ് പ്രത്യേക സംഘം ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഒരു കേസ് ഡ്യൂപ്ലിക്കേറ്റ് കേസായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. പലർക്കും ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇരകളായവർക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി അന്വേഷണ സംഘം നേരിട്ടത്. കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തു. ആരെയും നിർബന്ധിക്കേണ്ട ചുമതല SITക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള എല്ലാ കേസുകളുടെയും നടപടികൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിനായി SITയുടെ നോഡൽ ഏജൻസി പ്രവർത്തനം തുടരണമെന്നാണ്. അതായത് ഇനി ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്ക് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ നേരിടുന്നുണ്ടെങ്കിൽ അവരുടെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടി SITയുടെ പ്രവർത്തനം തുടരണമെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ സിനിമാ കോൺക്ലേവ് ഓഗസ്റ്റ് ആദ്യ ആഴ്ച നടത്തും. അതിനുശേഷം 2 മാസത്തിന് ശേഷം സിനിമയിലെ സമ്പൂർണ്ണ നിയമനിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഉന്മേഷം.